നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം പൂരാടം നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൂരാടം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഈ പൂരാടം നക്ഷത്രക്കാർ ആരായിരുന്നു എന്നും ഇവരുടെ പൂർവ്വജന്മത്തിലെ രഹസ്യങ്ങൾ എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ വിശ്വാസികൾ കണ്ടാലാണ് ഏറ്റവും നല്ലത്. അവിശ്വാസികൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ പറയും ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാരതീയ ജ്യോതിഷത്തെ പറ്റി പഠിക്കണം. ഭാരതീയ ജ്യോതിഷത്തിൽ ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ജ്യോതിഷ പണ്ഡിതന്മാരായ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഞാനായിട്ടത് പറയുന്ന കാര്യമല്ല. പൂർവ്വജന്മമുണ്ട്. ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് പൂർവ്വജന്മം ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അപ്പൊ 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവ്വജന്മ കാര്യങ്ങൾ അതിലെടുത്തു പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരാളുടെ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഈ വെറുതെ ഞാൻ ഒരാളുടെ പൂർവ്വജന്മത്തിൽ ഈ പൂരാട നക്ഷത്രക്കാരി ഇന്നതായിരുന്നു എന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ചിന്തിക്കുമ്പോൾ അവർ ഇന്നതായിരുന്നു എന്ന് സമർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ. അതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. അതായത് ഒരാളുടെ പൂർവ്വജന്മം എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് അയാളുടെ 9-ാം ഭാവം കൊണ്ടും ഗ്രഹനിലയിലെ 9-ാം ഭാവം കൊണ്ടും 5-ാം ഭാവം കൊണ്ടും അപ്പൊ 5, 9, 12-ാം ഭാവം കൊണ്ടും ഒരാളുടെ ഗ്രഹനില പ്രകാരം അയാൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് ഈ ഭാവങ്ങളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു സാമാന്യമായ ഒരു ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഓരോ നക്ഷത്രക്കാർ, അതായത് പൂരാടം നക്ഷത്രക്കാർ പലർക്കും പല അനുഭവങ്ങളുണ്ടാവും. കാരണം അവരെല്ലാം പല സമയങ്ങളിൽ ജനിച്ചവരാണ്. അവർക്കെല്ലാം ഇത് ഒത്തുവരണം എന്നും ഇല്ല. അപ്പൊ ഇത് പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില, അത് ജാതകത്തിലെ ഗ്രഹനില കൂടി പരിശോധിച്ചാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. കാരണം ഓരോരുത്തരുടെയും ജന്മം അനുസരിച്ചല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു പൂരാടം നക്ഷത്രക്കാരുടെ ഒരു സാമാന്യമായിട്ടുള്ള, അതായത് ഗോചരപരമായി ചിന്തിക്കുമ്പോൾ സാമാന്യമായിട്ടുള്ള ഒരു ഫലമാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന നടത്തണം. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേഴത്തിനും കേതുവിനും ഒക്കെ ഒരു സ്ഥാനമുണ്ട്. അത് കൃത്യമായി അറിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളും കറക്റ്റായിരിക്കും. ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായി കാണുകയും ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥന, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ സമയം ഇവിടെ വയ്ക്കുന്നു. അതുകൂടാതെ എന്റെ ചാനലിൽ വരുന്ന വീഡിയോകൾക്ക് കമന്റ്, നിങ്ങളുടേതായ കമന്റുകൾ എന്താണെന്ന് അത് ഇടണമെന്നും ഒരു അഭ്യർത്ഥന ഈ സമയത്ത് ഇവിടെ വയ്ക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. കാരണം പൂരാടം നക്ഷത്രക്കാർ ആരായിരുന്നു എന്നുള്ള വീഡിയോ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇവരുടെ നക്ഷത്രത്തിന്റെ ദേവത ആരായിരുന്നു? ജലദേവതയായ അബത്സ ആണ് ഈ പൂരാടം നക്ഷത്രക്കാരുടെ ദേവത. ഇവരുടെ നക്ഷത്രത്തിന്റെ അധിപനാരാണ്? ശുക്രനാണ്. ശുക്രൻ എന്ന് വിളിക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ ശുക്രൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു മൊത്തത്തിലൊരു നല്ലൊരു ശുഭ ചിന്ത വരും, ഇല്ലേ? ശുക്രൻ
ശുക്രൻ എന്നുള്ള ഗ്രഹം ആഡംബരത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ ഗ്രഹമാണ്. അത് കൂടാതെ ശുക്രന് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കുടുംബപരമായും നോക്കുമ്പോൾ, ദാമ്പത്യപരമായി, കുടുംബപരമായി, ലൗകികപരമായി ഒക്കെ ചിന്തിക്കുമ്പോൾ ശുക്രൻ വളരെ നല്ല ശുഭഗ്രഹമാണ്. അപ്പൊ പൂരാടം നക്ഷത്രക്കാരുടെ ഈ മുൻജന്മം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു നക്ഷത്രക്കാരാണെങ്കിൽ തോൽക്കാൻ ഇവർക്ക് മടിയില്ല, തോൽക്കാൻ സമ്മതിക്കില്ല. ഇവര് എങ്ങനെയും ജയിച്ചു കയറാനേ ഇവര് നോക്കുള്ളൂ. ഒരിക്കലും പിന്നിലാകാൻ ഉദ്ദേശിക്കാത്തവരാണ്. മുന്നിലായി, എല്ലാത്തിന്റെയും മുന്നിലായി നിൽക്കാൻ പെടാപ്പാടുന്ന് പെടുന്നവരും അതിനുവേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ നടത്തുന്നവരുമാണ് ഈ പൂരാട നക്ഷത്രക്കാർ. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അവര് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകാൻ ഒരിക്കലും അവര് ആഗ്രഹിക്കില്ല. എന്തിലും എവിടെയും അവർക്ക് ജയിച്ചു കയറണം എന്നുള്ള ഒരു ചിന്ത ഉള്ള ആൾക്കാരാണെങ്കിൽ പൂരാട നക്ഷത്രക്കാർ മുൻജന്മത്തിൽ വിജയക്കൊടി പാറിച്ച അപൂർവ ജന്മങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? നമ്മുടെ പൂർവ്വ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് പൂരാട നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ജീവിത വിജയക്കൊടി പാറിച്ച അപൂർവമായ ജന്മങ്ങളായിരുന്നു ഇവർ. ഇവരെ ആർക്കും പെട്ടെന്ന് പരാജയപ്പെടുത്താനും കഴിയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് വന്നാലും ഇവർക്ക് മുന്നിലെത്തണം. ഇവരങ്ങനെ പ്രത്യേകിച്ച് ഇവരൊന്നും അങ്ങനെ ഇങ്ങനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിച്ചെന്നും വരില്ല. ഭാഗ്യകാരകനായ ശുക്രൻ ഇവർക്ക് എപ്പോഴും കൂട്ടിനുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം, മനസ്സിലായ? ഭാഗ്യകാരകനായ ശുക്രൻ ഇവരുടെ കൂട്ടിന് എപ്പോഴും ഉണ്ടായിരിക്കും. ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 5ാം ഭാവം, 9ാം ഭാവം, 12ാം ഭാവം കൊണ്ടാണ് ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നത്, ഇല്ലേ? അപ്പൊ ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, 5ാം ഭാവം എന്ന് പറഞ്ഞാൽ മേടക്കൂറാണ് ഇവരുടെ. അതിന്റെ അധിപനാരാണ്? ചൊവ്വയാണ്. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ നാടിനു വേണ്ടി പോരാടിയ പടയാളികളായിരുന്നു, അല്ലെങ്കിൽ ധീരന്മാരും യോദ്ധാക്കളും ആയിരുന്നു, അല്ലേ? ഈ ചൊവ്വ എന്ന ഗ്രഹം 5ാം ഭാവം മേടക്കൂറാണ്. അപ്പൊ മേടക്കൂറിന്റെ അധിപനാരാണ്? ചൊവ്വയാണ്. ചൊവ്വ ആരാണ്? ഈ ഗ്രഹങ്ങളുടെ സൈന്യാധിപനാണ്, മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ, 5ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവർ യോദ്ധാക്കളോ പടയാളികളോ അതേപോലെ ധീരന്മാരും ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, 9ാം ഭാവം എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർ വലിയ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നേടി രാജാവിനെ പോലെ ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് പറയാം. കഴിഞ്ഞ ജന്മത്തിൽ അവര് നല്ല പ്രൗഢിയിൽ ജീവിച്ചിരുന്നവരായിരുന്നു ഇവർ. ഇവരുടെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാലോ, ഇവർ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന ഭാഗത്ത് ആത്മീയ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നവരായിരിക്കാനാണ് സാധ്യത. ഇവർ കടൽ കടന്ന് ദൂരദേശങ്ങളിൽ താമസിച്ചിരിക്കാനും സാധ്യതയുണ്ട്. അതായത് ഇവര് ദേശത്തൊക്കെ, പ്രത്യേകിച്ച് കടൽ കടന്ന് പോയി വിദേശത്ത് പോയി താമസിക്കാനൊക്കെ സാഹചര്യങ്ങൾ കിട്ടിയവരായിരുന്നു ഈ പൂരാടൻ നക്ഷത്രക്കാര്. നല്ല യോദ്ധാക്കളും അതേപോലെ തന്നെ നല്ല വിധത്തിലുള്ള ധീരമായ പ്രവർത്തികൾ ചെയ്തിരുന്ന ധീരന്മാരുമായിരുന്നു ഇവർ. ശുക്രൻ അധിപനായതിനാൽ ഇവർ മുൻജന്മത്തിൽ ആഡംബരമായി ജീവിച്ചിരുന്നവരായി വേണമെങ്കിൽ നമുക്ക് കാണാം. ശുക്രനാണല്ല ഇവരുടെ അധിപൻ. അപ്പോ ശുക്രൻ ആരാണ്? ആഡംബരത്തിന്റെ കാരകത്വമുള്ള ആളാണ് ശുക്രന്. അപ്പോ ശുക്രൻ വഴിക്ക് ഇവർ കഴിഞ്ഞ ജന്മത്തിൽ
ധനത്തിന് മുൻതൂക്കം കൊടുത്തു ആഡംബരമായി തന്നെ നല്ല വിധത്തിൽ ജീവിച്ച് കഴിഞ്ഞവരായിരുന്നു ഈ പൂരാട നക്ഷത്രക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരെ സംബന്ധിച്ച് ഈ ജന്മത്തിലും അവർക്ക് അവരുടെ കഴിഞ്ഞ ജന്മത്തിന്റെ ചില പവറുകൾ അല്ലെങ്കിൽ ചില കഴിവുകൾ ഈ ജന്മത്തിലും അവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അതവര് ജീവിതത്തിൽ പരിപാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ പൂരാട നക്ഷത്രക്കാരുടെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുൻജന്മ വിശേഷങ്ങൾ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.